ഇന്ന് ഓഗസ്റ്റ് 6 രണ്ടാം ലോക യുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചിട്ട് 79 വർഷമായി. പതിനായിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെ ഒറ്റയടിക്ക് കൊന്നൊടുക്കിയ കൊടും ക്രൂരത എത്രയോ തലമുറകളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹിരോഷിമ ദിനത്തിൽ എനിക്കൊപ്പമുള്ളത് ജപ്പാനിലെ ടോക്കിയോ നിവാസിയും മോഹിനിയാട്ടം നർത്തകിയുമായ ഹിരോമി മറുഹാഷിയാണ്. 25 വർഷമായി മുടങ്ങാതെ ഹിരോമി കേരളം സന്ദർശിക്കുന്നു. മോഹിനിയാട്ടത്തോടുള്ള അഭിനിവേശമാണ് ഹിരോമിയെ കേരളത്തോടും മലയാളത്തോടും ചേർത്ത് നിർത്തുന്നത്. നമസ്കാരം ഹിരോമി. നമസ്കാരം. 25 വർഷത്തോളായി കേരളം സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് നമ്മുടെ നാടിനോടും നമ്മുടെ ഭാഷയോടും നമ്മുടെ കലയായിട്ടുള്ള മോഹിനിയാട്ടത്തോടൊക്കെയുള്ള അങ്ങനെ ഒരു സ്നേഹം തോന്നാനുള്ള കാരണം എന്താണ്? കാരണം എനിക്കും അത്ര കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ വരാതെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ വന്നെങ്കിൽ നല്ല സന്തോഷം, ഇനി പഠിക്കണം എപ്പോഴും ആഗ്രഹം. മോഹിനിയാട്ടം പഠിക്കണമെന്ന് ആദ്യം തോന്നിയത് എപ്പോഴാണ്? ആദ്യം പുസ്തകം വഴി മോഹിനിയാട്ടം അറിഞ്ഞു. അത് മുമ്പ് കൂടിയാട്ടം ഞങ്ങൾക്ക് 8 ലോകത്തിൽ പണ്ടത്തെ ആർട്ട് ഫോമാണ് അറിയാം. അത് പഠിക്കണം ആഗ്രഹം. അതുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് മറുകി സതി ടീച്ചറിൽ നിന്ന് പഠിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ജപ്പാനിൽ അവതരിക്കാൻ പറ്റില്ല, മിറാവ് വേണം. അതുകൊണ്ട് സജി ചേച്ചിനെ എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ സജി ടീച്ചർ എന്നെ സജസ്റ്റ് ചെയ്തു, മോഹിനിയാട്ടം പഠിച്ചു കഴിയെങ്കിൽ അവിടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കരമന്ദരം ലീലാമ്മ ടീച്ചർ പരിചയപ്പെട്ടു തരാം. അങ്ങനെ ലീലാമ്മ ടീച്ചർ സജി ചേച്ചി എന്നെ പരിചയപ്പെട്ടു തന്നു. അതിനുശേഷം മോഹിനിയാട്ടം പഠിച്ചു അവിടെ പ്രോഗ്രാം ചെയ്യുന്നു. കുറച്ച് പഠിക്കും കുട്ടികളുണ്ട്. അങ്ങനെ ജപ്പാനിൽ കുട്ടികളുണ്ടോ? ജപ്പാനീസ് തന്നെ. എല്ലാവരും ഇഷ്ടം മോഹിനിയാട്ടം. തുടക്കത്തിൽ കൂടിയാട്ടം പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഈ ഒരു കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ഡാൻസിലേക്ക് വരണം, അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ആരെങ്കിലും കുടുംബത്തിലുണ്ടോ? ആരും ഇല്ല. അപ്പൊ എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു ആഗ്രഹം? അച്ഛനും അമ്മയും എല്ലാവരും അത്ഭുതം, എന്തിനു ഞാൻ അങ്ങനെ ഡാൻസ് ഫീൽഡ് പോകും, ഇന്ത്യ വരെ പോകും, വളരെ അത്ഭുതം. പക്ഷെ എനിക്ക് കോൺടെമ്പററി ഡാൻസ് ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് കോൺടെമ്പററി ഡാൻസ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തു. പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വന്തം എല്ലാം ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അത്ര എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെ ഡാൻസ് ക്രിയേറ്റ് ചെയ്യണം വഴി നോക്കി. അതുകൊണ്ട് ലോകത്തിൽ 8 പണ്ടത്തെ ആർട്ടും പഠിച്ച എന്തെങ്കിലും കിട്ടും വിചാരിച്ചു. അപ്പോൾ ഈ ഭാഷ, മലയാള ഭാഷ എന്ന് പറയുന്നത് കുറച്ചും കൂടി ടഫാണ്. അപ്പം അതെങ്ങനെയാണ് ഫോളോ ചെയ്തത്? ജീവിക്കാൻ വേണ്ടി അങ്ങനെ നിങ്ങളിപ്പോൾ ആർട്ടിസ്റ്റ് ഇംഗ്ലീഷ് അറിയില്ല, ഇപ്പം എല്ലാവരും അറിയാം. പക്ഷേ പണ്ടത്തെ സജി ചേച്ചി ലീലാമ്മ ടീച്ചർ അത്ര ഇംഗ്ലീഷ് അറിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ മലയാളം തന്നെ മലയാളം പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്ര പഠിച്ചിട്ടില്ല. ശരിക്കും ജീവിക്കാൻ വേണ്ടി വരും, ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായി വരും. നിങ്ങൾ ജപ്പാനിൽ വന്നാൽ ജപ്പാനീസ് സംസാരിക്കാം പറ്റും. ഹിരോമി കേരളത്തിൽ വന്നിട്ട് മലയാളം പഠിച്ചു, മലയാളികളായിട്ട് നമ്മളോടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ജപ്പാനിൽ മലയാളികളുണ്ടല്ലോ, അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അവിടെ ടോക്കിയോ ഒരു വലിയ മലയാളം അസോസിയേഷൻ ഉണ്ട്, മലയാളി അസോസിയേഷൻ. എല്ലാവരും നല്ല ഹൈ പൊസിഷൻ, നല്ല സാലറി കിട്ടും IT ആളുകൾ. എന്നെ കേരളീയം അങ്ങനെ അവാർഡ് തന്നു. അങ്ങനെ എന്നെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അങ്ങനെ എന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ചില മലയാളികൾ കുത്താൻ ചിലപ്പോൾ അപ്പക്കത്ത ട്രാഫിക് അപ്പക്കത്ത ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ പോലീസ് ഉടനെ എന്നെ പിടിക്കും. ട്രാൻസ്ലേറ്റ് ചെയ്യണം പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പൊതുവെ പോലീസ് ആർക്ക് പിടിക്കുമ്പോൾ എല്ലാവരും എന്തിനെ പോലീസ് പിടിക്കും വിചാരിക്കും. പക്ഷെ എനിക്ക് ഹായ് പറയും, കാരണം അറിയാം ഇതിനു വേണ്ടിയാണ് വിളിക്കുന്നത്. ആരും അപകട ചെയ്ത് ചോദിച്ചിട്ട് കുറേ സ്ഥലം പോയിട്ടുണ്ട്. അങ്ങനെ
പക്ഷേ ആ മലയാളികൾ പേടി അപകടം ചെയ്തു ഇനി എന്ത് ചെയ്യണം വളരെ പേടിച്ചിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ വന്നിട്ട് മലയാളം സംസാരിക്കുമ്പോൾ നല്ല സന്തോഷം. മലയാളം പഠിച്ചുകൊണ്ട് ജപ്പാനിലും കുറെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുമ്പോൾ പൈസ കിട്ടും. എനിക്ക് നല്ല സഹായം, സന്തോഷമല്ല. കൊറോണ സമയത്ത് എല്ലാ ജോലി കഴിഞ്ഞു. പക്ഷെ എപ്പോഴും പോലീസ് മാത്രം എന്നെ വിളിക്കും. ആ സമയത്ത് പോയിട്ട് സംസാരിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഹിരോഷിമ ദിനമാണ്. അപ്പം ഹിരോഷിമ എന്ന് പറയുമ്പോൾ ഹിരോമിയുടെ മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? ഹിരോഷിമ, ഹിരോ മീൻസ് വാരിയ, ഹിരോമി വാരിയ, ഹിരോഷിമ വാരിയ ഐലൻഡ്. എനിക്ക് ഹിരോമി വാരിയ സുന്ദരി എന്ന പേര്. അങ്ങനെ ഹിരോഷിമ വിചാരിക്കുമ്പോൾ സിമിലാരിറ്റി വിചാരിക്കും. പിന്നെ ഇത് 10 വയസ്സ് സമയത്ത് ഹിരോഷിമ പോയി വിസിറ്റ് ചെയ്ത് എല്ലാ അറ്റോമിക് ബോംബ് കിട്ടിയ ബിൽഡിങ് മെയിൻ്റെനൻസ് ഇല്ലാതെ മെമ്മോറിയൽ ആയിട്ട് നിൽക്കുന്നു. അത് കണ്ടിട്ട് എത്ര വലിയ സംഭവമാണോ മനസ്സിലാവും. പിന്നെ ഫോട്ടോകൾ, പിന്നെ ആളുകൾ സംസാരിച്ചു തരും. അത് കേൾക്കുമ്പോൾ വളരെ വേദന. പിന്നെ ഇപ്പം കഴിഞ്ഞിട്ടില്ല, ഇനി അസുഖമായിട്ട് ആളുകളുണ്ട്. അറ്റോമിക് ബോംബ് കിട്ടിയ ആളുകളുടെ മക്കളും കുട്ടികളെ അസുഖം വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ ആ സംഭവം മറക്കാൻ പറ്റില്ല. ഇനി യുദ്ധം ഒരിക്കലോ ഉണ്ടാക്കാൻ പറ്റില്ല വിചാരിക്കും. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നായിരുന്നു ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണം. ആ ദുരന്തങ്ങളുടെ ഓർമ്മ ദിവസം യുദ്ധവിരുദ്ധ സന്ദേശവുമായി നമ്മോടൊപ്പം എത്തിച്ചേർന്ന ഹിരോമിക്ക് നന്ദി. താങ്ക് യു. നന്ദി.